ഇറാനെ ആക്രമിക്കുന്നതിന് പറ്റിയ കടൽ ഭാഗമായ മിഡിൽ ഈസ്റ്റിലെ ഒരിടത്ത് അമേരിക്കയുടെ ഒഴുകുന്ന യുദ്ധനഗരം എന്ന് പേര് കേട്ടിരിക്കുന്ന USS എബ്രഹാം ലിങ്കൺ എന്ന പടക്കപ്പൽ വ്യൂഹം എത്തിയെന്നറിഞ്ഞപ്പോൾ ആ അറിയിപ്പ് പുറത്തുവിട്ടുകൊണ്ട് അമേരിക്കയുടെ പ്രസിഡന്റ് പറയുന്നൊരു കാര്യം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇറാൻ ഞങ്ങളുമായി കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി സംസാരിക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് എന്തോ ഒരു ഡീല് അമേരിക്കയുമായിട്ട് ഉണ്ടാക്കേണ്ടതുണ്ട് യുദ്ധം ഒഴിവാക്കാൻ എന്ന് ട്രംപ് പറഞ്ഞതാണ് ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന ഗൗരവത്തിലുള്ള ഒരു പ്രഖ്യാപനം. ഇതിനിടയിൽ കഴിഞ്ഞ രാത്രിയിൽ വന്നു കയറിയ USS എബ്രഹാം ലിങ്കൺ എന്ന പടക്കപ്പൽ വ്യൂഹത്തെക്കുറിച്ച് ഒരുപാട് ആളുകൾ അന്വേഷിക്കുന്നുണ്ട്. ഞങ്ങളോടും ചോദിച്ചു എങ്ങനെയാണ് ഈ എബ്രഹാം ലിങ്കൺ എന്ന പേര് വന്നതെന്ന് ഞങ്ങളോടും ചോദിക്കുന്നുണ്ട്. ഇത് നമ്മളൊക്കെ പഠിച്ച സ്കൂൾ ക്ലാസ്സുകളിൽ അമേരിക്കയുടെ പ്രസിഡൻ്റായിരുന്ന എബ്രഹാം ലിങ്കൺ സമാധാനത്തിന്, സമത്വത്തിന്, ഒരു രാജ്യത്തിൻ്റെ ഏകീകരണത്തിന് ഒക്കെ സഹായിച്ചയാളാണ്. ജനാധിപത്യത്തിന് വേണ്ടി, തുല്യതയ്ക്ക് വേണ്ടി വാദിച്ചയാളാണ്. ഇതിനെല്ലാം ഉപരിയായി അടിമക്കച്ചവടം നിർത്തലാക്കിയതിൻ്റെ പേരിൽ ലോകഖ്യാതി നേടിയ വ്യക്തിയാണ് എബ്രഹാം ലിങ്കൺ. അദ്ദേഹത്തിൻ്റെ പേരാണ് ഈ പടക്കപ്പൽ വ്യൂഹത്തിന് അമേരിക്ക നൽകിയിരിക്കുന്നത്. ചൈന സീ ഭാഗത്ത് പലപ്പോഴും സ്ഥിരമായിട്ട് തങ്ങി നിൽക്കുന്ന, ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് പതുക്കെ മൂവ് ചെയ്യുന്ന നിരവധി യുദ്ധക്കപ്പലുകളുടെ അകമ്പടി സേവിക്കുന്ന, നോക്കൂ ആ പിക്ചറിലേക്ക്, ആ വിഷ്വൽസിലേക്ക് നോക്കൂ. കഴിഞ്ഞ രാത്രി ഈ മിഡിൽ ഈസ്റ്റ് മേഖലയിലെ കടലിലേക്ക് പ്രവേശിക്കുമ്പോൾ എടുത്ത ചിത്രങ്ങളെന്ന രൂപത്തിൽ ഔദ്യോഗികമായി തന്നെ പുറത്തു വന്ന വീഡിയോ വിഷ്വൽസാണിത്. അതായത് 1000 അടി നീളത്തിലുള്ള വലിയ കപ്പലാണ് USS എബ്രഹാം ലിങ്കൺ. 1,00,000 ടൺ ഭാരം ഇതിനകത്തുണ്ടത്രേ. 10-90 ഫൈറ്റർ ജെറ്റുകൾക്ക് പാർക്കാൻ പറ്റിയ വിധത്തിൽ റൺവേ സംവിധാനമുണ്ടത്രേ. പിന്നെ ചുറ്റുവട്ടത്തോടുന്ന കപ്പലുകൾക്ക് കെട്ടിരിക്കുന്ന പേര് പ്രൂവൻസ്. ഇതെല്ലാം മിസൈൽ ഡിസ്ട്രോയർ സംവിധാനങ്ങളാണ്. 360 ഡിഗ്രി നിരീക്ഷിക്കാൻ പറ്റിയ സംവിധാനങ്ങളാണ്. ഏതെങ്കിലും ഭാഗത്തുനിന്നൊരു ആക്രമണം ഈ കപ്പലിന് നേർക്കുണ്ടാവുകയാണെങ്കിൽ അപ്പോൾ ആലോചിക്കുന്നതിന് മുമ്പ് തിരിച്ചടിക്കാൻ ശേഷിയുണ്ട് എന്നൊക്കെ പറയപ്പെടുന്ന സംവിധാനമാണിത്. അതുപോലെ മരിച്ചുപോയ ഒരു സൈനികൻ്റെ പേരിൽ മർഫി, അദ്ദേഹത്തിൻ്റെ പേരിലുള്ളൊരു കപ്പൽ വേറെ. പീറ്റേഴ്സൺ എന്ന് പറഞ്ഞ അദ്ദേഹവും മരിച്ചുപോയി, ഇതുമായി ബന്ധപ്പെട്ട സൈനികനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു കപ്പൽ വേറെ. പിന്നെ വ്യൂഹങ്ങളായിട്ട് 7ഉം 8ഉം 10ഉം ഒക്കെ കപ്പലുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന USS എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന സംവിധാനം ഇതാ അറേബ്യൻ ഗൾഫ് ഭാഗത്തേക്ക്, അല്ലെങ്കിൽ അറബിക്കടലിൻ്റെ ഉത്തരഭാഗത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്ന് ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇറാൻ്റെ സ്ട്രൈക്കിംഗ് റേഞ്ചിലാണ് തങ്ങൾ. അതുകൊണ്ട് തന്നെ ഇറാൻ ഒന്ന് ഭയന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് പറയുന്നത് ഞങ്ങളുമായിട്ടൊരു ചർച്ചയ്ക്ക് തയ്യാറായി വന്നിരിക്കുകയാണ്. എന്താണെന്നറിയട്ടെ, ചർച്ചയ്ക്ക് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രഖ്യാപനമാണ് ഇപ്പോഴിതാ വന്നുകൊണ്ടിരിക്കുന്നത്. ട്രംപ് പറഞ്ഞ വാചകം ഇങ്ങനെയാണ്: ഞങ്ങളുടെ അർമാദ, ഈ പടക്കപ്പൽ വ്യൂഹത്തിൻ്റെ പേര് പറയുന്ന അർമാദ എന്നാണല്ലോ, അത് മിഡിൽ ഈസ്റ്റിലെ കടലിലേക്ക് കടന്നു കഴിഞ്ഞു. വെനിസ്വേലയേക്കാൾ വലിയ വ്യൂഹം എന്ന വാക്കാണ് അദ്ദേഹം ഭംഗ്യന്തരേണ പ്രയോഗിച്ചിരിക്കുന്നത്. പലരും അർത്ഥം പലതെടുത്തോട്ടെ. ദക്ഷിണ അമേരിക്കൻ മേഖലയായ വെനിസ്വേലയിലേക്ക് കടന്നു കയറി ഭരണാധികാരിയെ പിടിച്ച ഒരു രീതി മനസ്സിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു സൂചന നൽകിയിരിക്കുന്നതെന്ന് വിശകലന വിദഗ്ധർ പറയുകയാണ്. ഏതായാലും സമാധാനത്തിൻ്റെ ഒരു വലിയ വില എവിടെയോ നമുക്ക് കാണാൻ പറ്റുന്നോ എന്ന് സംശയമുണ്ട്. വിചാരിച്ച പോലെ അതിശക്തമായ ഒരു ആക്രമണത്തിലേക്ക് പോകുന്നതിന് മുമ്പ് സമാധാന സംഭാഷണത്തിൻ്റെ, നയതന്ത്രപരമായ ഇടപെടലിൻ്റെ ഏതെങ്കിലും രജതരേഖ ബാക്കിയുണ്ടോ എന്ന കാര്യം ട്രംപ് അന്വേഷിക്കുകയാണ് എന്നത് ചുരുക്കത്തിൽ മനസ്സിലാവുകയാണ്. ഇതിനൊക്കെ ഇടയിൽ ഒരു ചെറിയ അനിഷ്ടം കൂടി വന്നിരിക്കുകയാണ്. നമ്മുടെ വെസ്റ്റ് ബംഗാളിൽ ഒരു 4-5 കേസുകൾ, നിപ്പ കേസുകൾ കണ്ടുപിടിക്കപ്പെടുകയും ആരോഗ്യ പ്രവർത്തകർക്കും നിപ്പ വന്നു എന്നുള്ള വാർത്ത പുറത്തു വരികയും അതുമായി ബന്ധപ്പെട്ട് 100-ലധികം ആളുകളെ പിടിച്ച് ഹോം ക്വാറൻറ്റൈനിലാക്കിയിരിക്കുന്നു എന്ന വാർത്ത വരികയും ചെയ്തപ്പോൾ തായ്ലൻഡും നേപ്പാളും തായ്വാനും അടക്കമുള്ള എയർപോർട്ടുകളിലേക്ക് പോകുന്ന യാത്രക്കാരെ, പ്രത്യേകിച്ച് വെസ്റ്റ് ബംഗാളിൽ നിന്ന് പോകുന്ന യാത്രക്കാരെ ഈ എയർപോർട്ടുകളിൽ വെച്ചൊക്കെ കർശനമായ ആരോഗ്യ നിരീക്ഷണ സംവിധാനത്തിന് വിധേയമാക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നൊരു വാർത്ത കൂടി വരികയാണ്. നിപ്പ എന്ന് പറയുമ്പോൾ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന വിഷയങ്ങളിൽ ഉന്നത ഉദ്യോഗസ്ഥർ പോലും പറയുന്നത് വെസ്റ്റ് ബംഗാളും കേരളവും
ഇത് രണ്ടുമാണ് നിപ്പയുടെ പേരിൽ ഭീതി പടർത്തിക്കൊണ്ട് ലോകത്ത് മുഴുവനും വാർത്തയായി മാറിയത്. കൂടുതലൊന്നും സംഭവിക്കാതിരിക്കട്ടെ, വ്യാപിക്കാതിരിക്കാനുള്ള മാർഗങ്ങളെല്ലാവരും സ്വീകരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ ആരോഗ്യ വകുപ്പ് ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട്. അതനുസരിച്ച് വെസ്റ്റ് ബംഗാളിൽ നിന്ന്, പ്രത്യേകിച്ച് കൊൽക്കത്തയിൽ നിന്ന് വിമാനം കയറി ഏതെങ്കിലും രാജ്യങ്ങളിലേക്ക് പോകുന്നവർക്ക്, പ്രത്യേകിച്ച് ഈ പറഞ്ഞ 2-3 പ്രദേശങ്ങളിലേക്ക്, തായ്വാൻ അടക്കമുള്ള, തായ്ലൻഡ് അടക്കമുള്ള, നേപ്പാൾ അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് കൂടെ പോകുന്നവർക്ക് നിരീക്ഷണ സംവിധാനം ആരോഗ്യപരമായിട്ട് ഏർപ്പാടാക്കിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പറയുന്നത്. Night updates supported by Hashim Hypermarket, Kalyan Jewelers, Lulu, Partha Signature, Aryan Bakers, eLessons.net, Explore Education, Kisa Floor Mills, Best Express Cargo, Fira Foods, Dhanvantari Ayurveda, Alusud Cargo, Gold Star Rent-A-Car, Ayurmana Ayurveda, Dr. Rasina Ayurvedic Clinic, Ain Golden Diamonds, Choco World, Abu Dhabi.